യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാവിലെ നമ്മുടെ ലൈവ് സഭായോഗം വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു സോഷ്യൽ മീഡിയ വഴി, ലൈവ് പ്ലാറ്റ്ഫോംസ് വഴി എനിക്ക് കിട്ടിയ അറിവ്, ജസ്റ്റിൻ ബ്രദർ എനിക്ക് മീഡിയയുടെ മുഴുവൻ ഓവർ 10 ലക്ഷത്തോളം ആൾക്കാർ ലോകമെമ്പാടും ലൈവിൽ വന്നു എന്ന് കേൾക്കാൻ സാധിച്ചു. ഇതെങ്ങനെ എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അറിയിച്ചത് ഞാൻ പറയുന്നുണ്ട്. വളരെ സന്തോഷം. ഇന്ന് അല്പനേരം മുമ്പേ ദോഹയിൽ നിന്ന് നമ്മുടെ സഭയിലെ റോയ് ബ്രദർ ശുശ്രൂഷകൻ വിളിച്ചു. വളരെ വെല്ലുവിളിയാണ് അവിടെ. ചില ക്യാമ്പുകളൊക്കെ അടച്ചു. എന്നാൽ അവർക്ക് ഏക സന്തോഷം വൈകുന്നേരമാകുമ്പോൾ ഈ ഒരു കൂട്ടായ്മയാണ്. ദൈവവചനത്തിന് ഒരു ഉറപ്പും ആശ്വാസം പകരുന്ന ഒരു ഉറപ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് എഴുതാം, ഒത്തിരി സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വളരെയധികം ഒരു സന്തോഷ വാർത്തയുണ്ട്. നോക്ക്, കർത്താവ് ഓരോ കാര്യങ്ങളും അതത് സമയത്ത് നമ്മളിലൂടെ ചെയ്തെടുക്കുക. ഞാൻ വലിയ സൂപ്പർ സ്പിരിച്വൽ ആളൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇങ്ങനെ ഗൂസ് ബംസ് ഉള്ള ആളല്ല. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പം പിന്നീട് മനസ്സിലാക്കും എന്തിനാ അത് ചെയ്തത്. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിലായപ്പോൾ ഉള്ളിൽ 40 ദിവസം ഉപവസിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം എന്ന തീരുമാനം ഉള്ളിൽ വരാൻ തുടങ്ങി. ഹെവൻലി ഫീസ്റ്റ് പണ്ട് 2004 കുറേ ദീർഘനാൾ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നിട്ടുണ്ട്, പിന്നീട് ഇരുന്നിട്ടില്ല. എന്നാൽ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ മാർച്ച് 23 മുതൽ മെയ് 3 വരെ 40 ദിവസം ദൈവസന്നിധിയിലിരിക്കാനും വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സമയം ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചു. ഈ വർഷത്തെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇറങ്ങിയ കലണ്ടറിൽ നമ്മൾ അത് പ്രിന്റ് ചെയ്യുകയും ചെയ്തു. നാളെ 23 ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏകദേശം 1 മാസം മുമ്പേ ഇതെങ്ങനെ സംഭവിക്കും, ഒന്നിച്ചു കൂടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു ചെറിയ ചഞ്ചലിപ്പ്, വേണോ വേണ്ടയോ എങ്ങനെയാകും. കാരണം കോട്ടയത്തെ നമ്മുടെ ആരാധനയിലാണ് ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥന തീരുമാനിച്ചത്. എന്നാൽ നോക്കിക്കേ, ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിച്ചവനറിയാം ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്നും ഭവനങ്ങൾ ഇരിക്കേണ്ടി വരുമെന്നും. ഇതെല്ലാം അറിയാവുന്ന കർത്താവ് ഡിക്ലെയർ ചെയ്യുക, തൻ്റെ ജനം ഉപവാസത്തിലിരിക്കണം. നാളെ മുതൽ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാറ്റമില്ല. നമ്മൾ ഉപവാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യും. രാവിലെ HF TVയിലും വൈകുന്നേരം HF TVയിൽ രാവിലെയും വൈകിലും നമ്മൾ കോട്ടയത്ത് വന്ന് എങ്ങനെയാണോ ശുശ്രൂഷ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മളായിരുന്ന് പ്രാർത്ഥന മുറിയാക്കാൻ പോവുക. നമ്മുടെ ഭവനത്തിൽ നിന്ന് വെളിയിൽ എങ്ങും പോകണ്ട. ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന പദം ഒരു വെനീഷ്യൻ പദമാണ്. ക്വാറന്റൈനിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദ വേർഡ് ക്വാറന്റൈൻ ഒറിജിനേറ്റ്സ് ഫ്രം എ വെനീഷ്യൻ ഡയലക്റ്റ്. ഇറ്റാലിയൻ ക്വാറന്റൈൻ ഗിറോമി, മീനിങ് 40 days ഓഫ് ഐസൊലേഷൻ. 40 days മാറിയിരിക്കുക. The ships and people practiced as a measure of disease prevention related to plagues. ഇത് റോയ് ബ്രദർ എറണാകുളത്തെ എനിക്ക് അയച്ചു തന്ന ഒരു എക്സ്പ്ലനേഷൻ. ക്വാറന്റൈൻ. നൗ ഈ 40 ദിവസം
ശുശ്രൂഷിക്കാൻ നമ്മൾ കർത്താവിൽ നല്ല ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന എല്ലാവരും ശുശ്രൂഷിക്കാനായിട്ടുള്ളവരെ നമ്മൾ ക്ഷണിച്ചു. അവർ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ വെക്കുന്നുണ്ടോ ഇല്ലയോ, എങ്ങനെ. ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാര്യം മനസ്സിലായി. ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥന കോട്ടയത്ത് ആ കെട്ടിടത്തിനകത്ത് ഒതുങ്ങാൻ പോകുന്നതല്ല, മറിച്ച് ലോകവ്യാപകമായി എല്ലാ വിശ്വാസികൾക്കും ഒന്നിച്ച് ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. എല്ലാവർക്കും, ഒരു കൂട്ടർ മാത്രമല്ല, എല്ലാവർക്കും ഇതിനോടകം ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കാളിയാകാം. നാളെ മുതൽ ആരംഭിക്കുക. കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ലൈവായി ഇത് ലോക രാജ്യങ്ങളിലേക്ക് ഇത് ലഭിക്കും. ഇത് HSTV നടക്കുമ്പം തന്നെ എൻ്റെ ഈ 1 മണിക്കൂർ വൈകുന്നേരത്തെ ലൈവ് തുടർന്നുകൊണ്ടിരിക്കും. അത് അതുപോലെ തന്നെ ഇരിക്കും. HFTV ലൈവ് അതുപോലെ ഇരിക്കും. ചുരുക്കം പറഞ്ഞാൽ 40 ദിവസം നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ആരാധിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട. ഏതായാലും ഉപവാസ പ്രാർത്ഥനയിലാവുമ്പം ഭക്ഷണം കഴിച്ചും കഴിക്കാതെയും ഉപവസിക്കാം. മനസ്സ് ക്രിസ്തുവിലായിരിക്കും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഗ്ലോറിയസ്. കർത്താവിൻ്റെ ആ മനസ്സാണ് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഓരോ തീരുമാനമിടും, നമ്മളറിയത്തില്ല, പക്ഷേ കർത്താവിന് എന്തോ പർപ്പസുണ്ട്. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ തേജസ്. നമ്മുടെ ഓരോ ഭവനങ്ങളും ലൈറ്റ് ഹൗസുകളായി മാറട്ടെ. ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ കടലിൽ കപ്പലുകൾക്ക് ദിശ കാണിക്കുന്ന, കര കാണിക്കുന്ന ഒരു ഉന്നത ഗോപുരം എന്ന് പറഞ്ഞാൽ കടലിൽ രാത്രിയാണ്, കൊടുങ്കാറ്റാണ്, കരയാണോ ഒന്നും അറിയാൻ മേലാതിരിക്കുമ്പോൾ അവിടെ ഒരു ലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളും ഞാനും മറ്റുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ധൈര്യം പകരേണ്ടി വരാം, ആശ്വാസം പകരേണ്ടി വരാം. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ഓരോ കേരളത്തിലെ വെളിയിലത്തെയും വാർഡുകളിൽ ലൈറ്റ് ഹൗസ് ആയി മാറട്ടെ, പവർ ഹൗസ് ആയി മാറട്ടെ. നമ്മുടെ കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ചും കേരള സർക്കാരും ചെയ്യുന്ന ആ വലിയ കാര്യങ്ങൾ, അവർ ഷട്ട് ഡൗൺ എന്നൊക്കെ പറയുമ്പം നമ്മൾ ലോകത്തിൽ നിന്നൊരു ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുക. നമ്മൾ വെളിയിൽ ഇറങ്ങത്തില്ല. 40 ദിവസം നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ സർക്കാരുടെ ഈ നിബന്ധന എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ഭവനങ്ങളിലായിരിക്കും. എന്നാൽ പിന്നീട് കൂടാൻ അവസരമുള്ളപ്പം നമ്മൾ ഒന്നിച്ചു കൂടും. എങ്കിലും ലൈവ് തുടരും. സോ നാളെ കഴിഞ്ഞൊക്കെ ശുശ്രൂഷിക്കാനുള്ള ദേവദാസന്മാരെ തോമസ് കുട്ടി ബ്രദർ ഓൾറെഡി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ലൈവായിട്ട് അവരുടെ മെസ്സേജസ് അയക്കും. കേരളത്തിലുള്ള ദേവദാസന്മാർ കോട്ടയത്ത് വന്ന് നമ്മുടെ ശുശ്രൂഷയിൽ സ്റ്റുഡിയോയിൽ പങ്കാളിയാകും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി പവർഫുൾ ടൈം. ഫാസ്റ്റിങ്ങിൻ്റെ അർത്ഥം ഇസ് ഇറ്റ് വാട്ടർ ഫാസ്റ്റ് ഫോർ 40 days? ഫാസ്റ്റിംഗ് ഡസ് നോട്ട് മീൻ ഫുഡ് വി ലീവ് ദ ഫുഡ്. നമുക്ക് ഫാസ്റ്റിങ്ങിൻ്റെ കുറച്ചുകൂടെ ഒരു റൈറ്റ് പദം ഭക്ഷണം നമ്മളെ വെടിയുക എന്നുള്ളതാണ്. മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് ഡ്വെല്ലിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതിന് ഉള്ള ഒരുക്കമാണല്ലോ ഈ കഴിഞ്ഞ 3-4 ദിവസമായി, ഒരാഴ്ചയായി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇന്നർ ചേംബർ, ഡ്വെല്ലിംഗ് വിത്ത് ഹിം. നൗ ഡ്വെല്ലിംഗ് വിത്ത് ഹിം, ആ മനസ്സിനകത്ത് ആ ഉപവാസത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ലോകത്തിലോട് അനുരൂപനാകാതെ, ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞുകൊണ്ട് ലോകക്കാരെ ബൈ പറയുന്ന കാര്യമല്ല. മൈൻഡ് ഇസ് ടോട്ടലി ട്യൂൺഡ് ഇൻ ടു ഗോഡ്. വെദർ യു ഈറ്റ് ഓർ നോ ഈറ്റ് അതല്ല. നോക്ക്, ചിലരൊക്കെ ഉപവസിക്കുമ്പോൾ, നൗ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിഞ്ഞ് യു വിൽ ബിക്കം വീക്ക്. അറ്റ് ദിസ് ടൈം യു നീഡ് സ്ട്രെങ്ത്, ബട്ട് യുവർ മൈൻഡ് ഷുഡ് ബി ഇൻ ക്രൈസ്റ്റ്. ഭക്ഷണം കഴിച്ചും ഉപവസിക്കുക, ആരും അറിയത്തില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ നല്ല എണ്ണയൊക്കെ തേച്ച് എന്ന് പറഞ്ഞാൽ ആരും അറിയരുത് നിങ്ങൾ ഉപവസിക്കുന്നത്. 2 ടൈപ്പ് ഉപവാസമുണ്ട്, ഒന്ന് കോർപ്പറേറ്റ്, ഒന്ന് ഇൻഡിവിജ്വൽ. നൗ 40 ദിവസം ഓരോ കാര്യങ്ങളും. റീച്ച് എക്സ്പ്രസ് പോലും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ
DP ചർച്ചിലെ മെയിൻ ലീഡേഴ്സ് കോൺഫറൻസിൽ വെച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അവരോട് ഷെയർ ചെയ്യായിരുന്നു, എന്തോ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എവിടെയോ സംതിങ് ഇഷ്യൂ ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ലെറ്റ് us ഗിയർ അപ്പ് ആസ് റീച്ച് എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മുടെ തന്നെ വഴി പൊതുജനത്തിന് വേണ്ടി മുതലെടുക്കാതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പാനിക് ബൈയിങ് വന്നപ്പം പലയിടത്തുനിന്നും കേട്ടു വില പെട്ടെന്ന് ആൾക്കാർ കൂട്ടാൻ തുടങ്ങി. കാര്യം ഒത്ര സ്റ്റോക്കേ ഉള്ളൂ, ഉള്ള വില കൂട്ടുക. പക്ഷേ റീച്ച് എക്സ്പ്രസ്സിൽ കർശന നിർദ്ദേശമായിരുന്നു, ₹1 കൂടരുത്, സ്റ്റോക്ക് തീർന്നാൽ തീരട്ടെ. പക്ഷേ ഈ അവസരം മുതലാകത്തില്ല. നമുക്കറിയാം, ഡിസംബറിൽ സവാളയുടെ വില 180 ചെല്ലുമ്പോൾ റീച്ച് എക്സ്പ്രസ് നേരിട്ട് കർഷകരിൽ നിന്നും വാങ്ങിച്ച് ₹65 സവാള എത്തിച്ചു. എക്സ്പ്ലോയിറ്റേഷൻ നടക്കത്തില്ല എന്ന് ആഗ്രഹിച്ചു. ഇന്ന് കേരള 70,000 കോടിയുടെ പാക്കേജാണ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണപദാർത്ഥം, ആർക്കും പാനിക് ആകേണ്ട ആവശ്യമില്ല. ഒരു സർക്കാർ, കേരള സർക്കാരാണ് ഉറപ്പ് തന്നിരിക്കുന്നത്, BPL-ഉം APL-ഉം എല്ലാവർക്കും ഭക്ഷണം. സോ ആരും പാനിക് ആകരുത്. ഇതിനകത്ത് പാനിക് ആകുമ്പോഴാണ് ക്ഷാമം വരുന്നത്. എന്ന് വെച്ചാൽ ഒരു കടയിൽ 100 കിലോ ഉണ്ടെങ്കിൽ 10 പേര് വന്ന് 10 കിലോ വാങ്ങിച്ച് തീർന്നു. അതേസമയത്ത് 1/2 കിലോ വെച്ച് വാങ്ങിച്ചാലോ എല്ലാവർക്കും ഇനഫ് ഉണ്ട്. റീച്ച് എക്സ്പ്രസ് ഈ സമയത്ത് റീച്ച് എക്സ്പ്രസ്സിലുള്ള ഇനഫ് സ്റ്റോക്സ് ഉണ്ട്. ആ സ്റ്റോക്ക് മുഴുവൻ ഒരു വിലയും കൂട്ടാതെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തും. ആൻഡ് ഐ ടെൽ യു, ചിലർ, ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാരണം ചില ചോദ്യങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് റീച്ച് എക്സ്പ്രസ് തുടങ്ങാൻ മേലെ എന്ന് ആരോ എന്നോട് ചോദിച്ചു. തിരുവനന്തപുരത്തല്ല, എൻ്റെ ആഗ്രഹം കേരളത്തിലെ എല്ലാം വാർഡുകളിൽ ഒരു റീച്ച് എക്സ്പ്രസ് കാണും. ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? ഇത് ജനങ്ങളാണ് തുടങ്ങുന്നത്. റീച്ച് വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഒരു സംഘടന, ഇറ്റ്സ് NGO, കോട്ടയത്ത് ആരംഭിച്ചു. അതിനകത്ത് എല്ലാവരുമുണ്ട്, ജാതി മത ഭേദമല്ലാതെ എല്ലാവരും, ഒരു വ്യത്യാസവുമില്ല. നോൺ പൊളിറ്റിക്കൽ, അതായത് അകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നം അവരുടെ പ്രശ്നമാണ്. എങ്ങനെയും മറ്റുള്ളവരെ നമ്മളെക്കാളും കൂടുതൽ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും റീച്ച് വേൾഡ് വൈഡിൻ്റെ അംഗമാകാം. അതിന് മെമ്പർഷിപ്പ് ഫീ ഒന്നുമില്ല. നിങ്ങളുടെ ദേശത്തൊരാവശ്യമുള്ളൂ. അങ്ങനെയാണല്ലോ മല്ലപ്പള്ളിയിലും കോട്ടയത്താണേലും ഓരോ ഏരിയയിലും വെള്ളം ക്ഷാമം. സോ ഇമ്മീഡിയറ്റ് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് വരുമ്പോൾ, ആ സമയത്ത് ആ സ്റ്റോപ്പ് ഗ്യാപ്പ് വരുമ്പോൾ ഓടിച്ചെന്ന് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തീരുമാനങ്ങൾ ഇമ്മീഡിയറ്റാണ്. ഇന്നൊരാൾ അപേക്ഷിച്ച, പലപ്പോഴും എമർജൻസി, നമുക്കറിയാം 2004 അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിസഭ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, സുനാമി വന്നിരിക്കുക, എന്തെങ്കിലും ചെയ്യാമോ, ക്ലബ്ബുകളോടൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ കമ്മിറ്റി കൂടി വേണം ചെയ്യാൻ. ആ നിമിഷം ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ, നമ്മുടെ ആംബുലൻസുകൾ പോയി, ഡോക്ടേഴ്സ് പോയി, മിനിറ്റ് വെച്ച് അവിടെ എത്തി. അതേസമയത്ത് ആദ്യം എത്തി ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ സന്നദ്ധ സംഘടനകളെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്മാറി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലായിടത്തും നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ തീരദേശത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരുടെ പ്രാണം പണയപ്പെടുത്തി അവരുടെ വള്ളങ്ങൾ കൊണ്ട്, ഒരു വള്ളം പൊട്ടിപ്പോയി. അങ്ങനെ തോമസ് കുട്ടി ബ്രദർ ഒരു ഓപ്പറേഷനകത്ത് വാസ്തവത്തിൽ വലിയ ഡേഞ്ചറസ് ആയിരുന്നു. രക്ഷിക്കണേ എന്നുള്ള ആ ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാവരും വി വർ ഓൺ ദ ഫീൽഡ്. അന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുക്കുക മാത്രമല്ല, രക്ഷിക്കാനായിട്ട് വള്ളങ്ങളിൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. തോമസ് കുട്ടി ബ്രദർ ഒരു വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ അന്ന് പെട്ടതാണ്. അങ്ങനെ റീച്ച് വേൾഡ് വൈഡിൻ്റെ റീച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത നിലവാരമുള്ള സാധനങ്ങൾ മാത്രമേ വിൽക്കത്തുള്ളൂ. വില ഒരിക്കലും മുതലെടുക്കത്തില്ല. സോ ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് എ റീച്ച് എക്സ്പ്രസ് ഇൻ യുവർ ഹോം, പ്രോജക്റ്റ് ഓഫീസർ ആഗ്രഹ മുരളീധരനെ ഫോൺ ചെയ്താൽ മതി. ഹി വിൽ ഗൈഡ് യു, ഗിവ് യു ദ ഗൈഡ് ലൈൻസ് ആൻഡ് യു ക്യാൻ സെർവ് ഹ്യൂമാനിറ്റി. ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് പൊതുപ്രയോജനം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം, ഇപ്പം എൻ്റെ അകത്ത് എല്ലാ കൃപാവരവുമുണ്ട്, നിങ്ങളിലും എല്ലാ കൃപാവരവുമുണ്ട്. പക്ഷേ അതൊരു ഷോ ഓഫിന് വേണ്ടിയല്ല. എനിക്ക് ഇന്ന കൃപാവരമുണ്ട്,
അല്ല. ഇത് പൊതുപ്രയോജനത്തിനാണ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ദൈവം തന്നിരിക്കുന്ന പൊതുപ്രയോജനത്തിന് വേണ്ടി. ആ മനോഭാവത്തോടെ റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകർ, റിട്ടയർഡ് ആയിട്ടുള്ള ഒത്തിരി പേർ വീട്ടിലിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്ത് യു ഹാവ് എ ഹോസ്റ്റ് ഓഫ് നോളജ്. റിട്ടയർഡ് ആയിട്ട് IAS ഓഫീസേഴ്സ്, റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കാതെ റീച്ചിൻ്റെ ഒരു ഭാഗവാക്കാകാം. നിങ്ങളുടെ ഏരിയയിൽ അവിടുത്തെ പൊതുജനം എന്താണോ തീരുമാനിക്കേണ്ടത്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നവരല്ല, ജീവിക്കുന്നവരാണ്. നമ്മളെ ഒത്തിരി പേര് വിമർശിക്കാറുണ്ട്. അവർ റീച്ചിനെ വിളിച്ചു വരുത്തി അത് കഴിഞ്ഞ് ഇവർ കുഴപ്പക്കാരാന്ന് പറയാറുണ്ട്. എന്നാൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നന്മ ചെയ്യാൻ ഉത്സാഹിപ്പീൻ. നന്മ ചെയ്യുമ്പോൾ തിരിച്ച് തിക്തമായ അനുഭവങ്ങളായിരിക്കും വരുന്നത്. പക്ഷേ യേശുവിൻ്റെ സ്നേഹമകത്തുണ്ടോ ഒട്ടും പുറകോട്ട് പോകത്തില്ല. പിന്നെയും. അതാണ് യേശുവിൻ്റെ അന്നത്തെ യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും വലിയ പഠിപ്പീരാണ്, അവനെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരൻ എന്ന് പറയുമ്പം ഇന്ന് മറ്റൊരു ചോദ്യത്തിൻ്റെ മറുപടി കൂടെ ഞാനിത് തരുന്നത്. ഒരു സഹോദരൻ ഇങ്ങനെ ചോദിച്ചു, തൻ്റെ പെങ്ങളും അളിയനും ഇന്നും പള്ളിയിലാണ് പോകുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു, താൻ ഏതൊരു സഭയിൽ പോകുന്നയാളാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞിരിക്കുക അവരുമായിട്ട് കുഞ്ഞ് മിണ്ടാമൂലം പോകരുത്. പിന്നെ അവർ മനുഷ്യരല്ലേ. നമ്മൾ മതഭ്രാന്താകരുത്. നമ്മളെങ്ങാണ്ട് സ്വർഗത്തിൽ നിന്ന് പൊട്ടി ഇറങ്ങി വന്നവരല്ല, സാധാരണ മനുഷ്യരാണ്. മനുഷ്യരെ മനുഷ്യനായി കാണണം. വേർപാടെന്ന് പറയുന്നത് പാപത്തോടാണ്. ഒരു മനുഷ്യനോട് മിണ്ടാതിരുന്നിട്ട് അകത്ത് കയ്പും പകയും പിണക്കവും വഴക്കും അസൂയയും വെച്ചിട്ട് എന്താ പ്രയോജനം? ദൈവസ്നേഹമുണ്ടോ? എല്ലാവരെയും ഒരുപോലെ കാണും. മറ്റൊരു ചോദ്യം എൻ്റെ അടുക്കൽ വന്നു, ഇത് ദൈവത്തിൻ്റെ കോപമാണോ കൊറോണ വൈറസ്? ദൈവം വിധിക്കുകയല്ലേ, ന്യായവിധി നടത്തുമല്ലേ ഭൂമിയിൽ? എൻ്റെ മറുപടി വളരെ സിമ്പിളാണ്, എനിക്കറിയത്തില്ല. ഞാൻ അറിയുന്ന എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നവനാ, ലോകത്തെ സ്നേഹിതുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് സ്വന്തം പുത്രനായ യേശുവിനെ നൽകിയവനാ. ഐ നോ എ ഗോഡ് ഹു ലവ്സ് ആൻഡ് ഐ എം നോ വൺ ടു ജഡ്ജ്. ഞാൻ ആരെയും വിധിക്കാൻ തയ്യാറല്ല, വിധിക്കാൻ എനിക്ക് അറിയത്തില്ല. എൻ്റെ കാരണം ഞാൻ തന്നെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലുമാണ് ജീവിക്കുന്നത്. സോ റീച്ചിൻ്റെ സന്നദ്ധ സംഘടനയുടെ 10,000 വോളണ്ടിയേഴ്സ് ഉണ്ട്, കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ. ദേ ആർ ദെയർ ഫോർ യു. നിങ്ങൾ വിളിച്ചാൽ ഏത് ആവശ്യത്തിനും വിളിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രി നമ്മളെ അഷ്വർ ചെയ്തിട്ടുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഒരു കുഴപ്പം വരുത്തില്ല. അതുകൊണ്ട് ആരും പാനിക് ചെയ്യരുത്. ആൻഡ് എവറിത്തിങ്, റീച്ച് എക്സ്പ്രസ് ഇസ് 24 hours ഓപ്പൺ. അതുകൊണ്ട് പകൽ പോയി ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 24 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. എപ്പം വേണേലും ചെന്നാൽ നിങ്ങളെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന വോളണ്ടിയേഴ്സ് അവിടെയുണ്ട്. ഒരിക്കലും വില കൂട്ടത്തില്ല, ഒരിക്കലും ആർട്ടിഫിഷ്യൽ സ്കാർസിറ്റി ഉണ്ടാകത്തില്ല. വി ക്യാൻ ഗ്യാരണ്ടി യു. വി ബിലീവ് ഇൻ ജീസസ് ആൻഡ് വി ബിലീവ് ഇൻ ദ ട്രൂത്ത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഞങ്ങൾ സുവിശേഷം വെറും പ്രസംഗിക്കല്ല, ജീവിക്കുന്നവരാണ്. സോ ബാക്ക് ടു അനദർ വൺ മോർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനൂടെ ആൻസർ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്നത്? തനിക്ക് അന്യഭാഷ, താൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, അന്യഭാഷ പറയാൻ പഠിപ്പിക്കാമോ? അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപാവരം. അത് നമുക്ക് പഠിപ്പിക്കാനും പറ്റത്തില്ല, ഒന്നുമില്ല. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. അന്യഭാഷയുണ്ട്, അന്യഭാഷകളുണ്ട്. നൗ ഈ പ്രിയപ്പെട്ടവൻ തനിക്കതില്ല, അതുകൊണ്ട് ഒരു പ്രയാസം കിട്ടിയില്ലല്ലോ. അന്യഭാഷ ആർക്കാണ് കിട്ടേണ്ടത്? അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം. യേശു ക്രിസ്തു മരിച്ചെടുത്തുനിന്ന് ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കണം. 2, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കണം. വീണ്ടും ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഒരു വൈകാരിക ഇളക്കമല്ല. ചിലർ പരിശുദ്ധാത്മാവ് ആണെന്ന് പറഞ്ഞ് കൈയടിച്ച് ഭയങ്കര സ്പീഡിൽ കൈയടിച്ച് ആത്മാവായെന്ന് പറയുന്നുണ്ട്. അത് അല്ല. പരിശുദ്ധാത്മാവ് വന്നാൽ കൈയടിക്കുമായിരിക്കും, പക്ഷെ അത് അടിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവ്
ആകണമെന്ന് നിർബന്ധമല്ല. പരിശുദ്ധാത്മാവ് ഹീസ് ജെന്റിൽ, ഹീസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്ന ആർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കും. ആർക്കും. ഇന്നയാളെന്നൊന്നുമില്ല. യേശുവേ, അങ്ങ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണമേ എന്നൊരൊറ്റ വാക്കിനാൽ യു ആർ എലിജിബിൾ ഫോർ ദ ഹോളി സ്പിരിറ്റ്. 2, നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടല്ല ഈ പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഇൻറ്റൻസിറ്റി കാരണമല്ല. ഈ യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം വളരെ ക്ലിയറായിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്. 14-ാം അധ്യായം അതിൻ്റെ John chapter 14 and verse 16. John 14 and verse 16. And I will pray to the Father, and he will give you another helper, that he will abide with you forever. Now, ഇന്നർ ചേംബർ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ റിയൽ ആക്കുന്നയാൾ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വെറും കാറ്റല്ല, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ യു ക്യാൻ വാക്ക് വിത്ത് ഹിം. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമൻ എന്ന് മനസ്സിൽ കയറിയാൽ 3rd പ്രൈസ് കിട്ടിയ ആളാന്ന് വിചാരിക്കും. നോ, ഹീസ് ദ ക്രിയേറ്റർ, ഹീസ് ദ ഐ ആം. ഞാനാകുന്നവൻ. ഇത് 3 ട്രിനിറ്റി ഇൻ 1. നമ്മളെപ്പോലെ തന്നെ നമ്മൾ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ഇൻ്റലക്റ്റ് ഉണ്ട്, സോളുണ്ട്. വി ആർ 1 എന്ന് പറയുന്നത് പോലെ. ബട്ട് വി ക്യാൻ കം ഔട്ട്, അല്ലെ? സോൾ, സ്പിരിറ്റ് ക്യാൻ കം ഔട്ട് വിത്ത് ദ സോൾ. വി ഡോണ്ട് ഹാവ് എ സ്പിരിറ്റ്, വി ആർ എ സ്പിരിറ്റ്. നമ്മളൊരു ആത്മാവ് പ്രാപിച്ച് എങ്ങനെ അത് എക്സ്പീരിയൻസ്. വി ആർ നോട്ട് എ സ്പിരിറ്റ് ബട്ട് വി ഹാവ് എ സ്പിരിറ്റ്. ഐ ഡോണ്ട് നോ മലയാളത്തിൽ എങ്ങനെ അത് പറയേണ്ടത്. ബട്ട് ലുക്ക്, യേശു പറയാണ്, ആൻഡ് ഐ വിൽ പ്രേ ടു ദ ഫാദർ. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. അനി അത് മലയാളത്തിൽ നിന്ന് വായിക്കാവോ? ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം ഫസ്റ്റ് ക്വാളിറ്റി എന്താ? ക്വാളിഫിക്കേഷൻ എന്താ? യേശുവിൻ്റെ രക്തം താൽ എന്നെ കഴുകൽ പ്രാപിക്കും. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്ലീൻ ആയെന്ന് വിശ്വസിക്കുക. അതിനേക്കാളും ക്ലെൻസ് ചെയ്യുന്നതാണ് യേശുവിൻ്റെ രക്തം. എല്ലാം മനസ്സാക്ഷിയെ പോലും ക്ലീൻ ചെയ്യുന്നതാണ് യേശുവിൻ്റെ രക്തം. ആൻഡ് അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ബൈ യുവർ വേർഡ്, ബൈ യുവർ ബിലീഫ്. വിശ്വസിക്കുമ്പോൾ. 2, യേശുവിൻ്റെ രക്തമായതിൻ്റെ ക്വാളിഫിക്കേഷൻ. നമ്പർ 2 ഇസ് ദ പ്രെയർ ഓഫ് ജീസസ്. യേശു പറഞ്ഞതാണ്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ചിലർ ഓർക്കുന്നത് നമ്മളെന്തോ ചെറിയ തെറ്റ് അല്ലെങ്കിൽ ചെറിയ കുഴപ്പം കാണിച്ചാൽ ഉടനെ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മ നമ്മളെ വിട്ടേച്ചു പോകുന്ന. ഒരിക്കലുമില്ല. എന്നേക്കും നിങ്ങളുടെ കൂടെ വസിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് പരിശുദ്ധന്മാർക്ക് വേണ്ടിയല്ല, നമ്മുടെ വിശുദ്ധിയിൽ നടത്തുന്നവനാണ്. എനിക്ക് നടത്താൻ മേല, എനിക്ക് നടക്കാൻ മേല, എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നില്ല. യു ഹാവ് എ ഹെൽപ്പർ ആൻഡ് ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നോ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമാണ് അന്യഭാഷ. അപ്പം അതില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും വലിയ കൃപാവരം നിങ്ങളുടെ അകത്ത് വന്നു. 1, യേശുവിനെ കർത്താവെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലേ, അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. 2, ഏറ്റവും വലിയ കൃപാവരം സ്നേഹമാണ്. പരിശുദ്ധാത്മാവകത്ത് വന്നാൽ ഏറ്റവും വലിയ ഗുണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അകത്ത് വരിക. അതല്ലേ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വളരെ ക്ലിയറാണ്. 5:5 റോമൻസ് 5:5. നമ്മൾ ഇടയ്ക്കൊക്കെ 5:5 കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞല്ലേ? റോമൻസ് 5:5. എന്താ റോമൻസ് 5:5? ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ്. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഏറ്റവും വലിയ കൃപ വരും. ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ഇസ് ലവ്. ഏറ്റവും വലിയത് സ്നേഹമാണ്. കാണുന്ന മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാൻ മേലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്, കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഞാനായിരിക്കുന്ന എൻ്റെ ഭാരത രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണാത്ത ദൈവരാജ്യത്തെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, എങ്ങനെ അനുസരിക്കാൻ പറ്റും? നൗ ലുക്ക് ഗോഡ്സ്. അതുകൊണ്ട് ഹോപ്പ് ഡസ് നോട്ട്, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. പ്രത്യാശ എന്ന് പറയുമ്പോൾ ലോകം പ്രത്യാശിക്കുന്നതും ദൈവമക്കളുടെ പ്രത്യാശ രണ്ടാണ്. ലോകത്തിൻ്റെ പ്രത്യാശ അൺസർട്ടനാണ്, ഉറപ്പില്ലാത്തതാണ്. നാളെ നന്നായേക്കാം, നാളെ ഇത് വന്നേക്കാം, എന്തൊക്കെ പ്ലാനായിരുന്നു അല്ലേ? ട്രാവൽ പ്ലാനും ഇതും പ്ലാനും, എൻ്റെ പ്ലാനും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇവിടെ ചെല്ലണവർ ആ പ്ലാനെല്ലാം നിന്നേ. അതാണ് നമ്മുടെ പ്ലാൻ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ അത് നന്നാകാം. എന്നാൽ വിശ്വാസിയുടെ ഹോപ്പ് അതല്ല. വിശ്വാസിയുടെ ഹോപ്പ് യേശു മടങ്ങി വരും, നിശ്ചയം. അതിന് മാറ്റം വരാൻ പോകുന്നില്ല. എന്ന് വരും? ഇതെല്ലാം വരവിൻ്റെ ലക്ഷണങ്ങളാണോ? ഇതൊന്നും എനിക്കറിഞ്ഞില്ല. യേശു തന്നെ സുവിശേഷത്തിൽ പറഞ്ഞൊരു വാക്കാണ്. തൻ്റെ വരവ് എന്നാന്ന് ചോദിച്ചു പറഞ്ഞു, അത് പിതാവാം ദൈവമാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന തീയതിയിൽ യേശു വരും എന്ന് പറയാൻ മാത്രം വലിയ പ്രാഗൽഭ്യമുള്ള ആളല്ല, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനെയാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഉള്ള അവസ്ഥയിൽ ഞാൻ കർത്താവിനെ പ്രണയബന്ധത്തിലാണ് നടക്കുന്നത്. ഐ ആം ഇൻ ലവ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ സ്നേഹം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവ്. അപ്പം അന്യഭാഷ കിട്ടില്ല എന്ന് പറഞ്ഞോടെ ഒന്നും ഭാരപ്പെടേണ്ട, കിട്ടും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ 13 അവസാനത്തെയും 14 ആദ്യം കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ മനസ്സിലാകും. 13 അധ്യായം അവസാനത്തെ വാക്യവും 14. ഹോപ്പ്, ലവ്, ദീസ് 3, ബട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദീസ് ഇസ് ലവ്. 13 അവസാനത്തെ വാക്കും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇതിലോ ഏറ്റവും വലുത് സ്നേഹം തന്നെ. ഇതിൻ്റെ ആദ്യത്തെ വാക്കുകൊണ്ടൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. 1 കൊരിന്ത്യർ 13 അധ്യായം 1 വാക്യം. പലരുടെയും വായിൽ അന്യഭാഷയുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പവർഫുൾ, ഇറ്റ് ഈസ് നോട്ട് ഷാർപ്പ്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സംസാരം. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 13:1, though I speak with the tongues of men and of angels, but have not love, I have become sounding brass or a changing cymbal. വായിച്ചേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലങ്ങുന്ന ഇതെല്ലാം കളിപ്പീരാണ് എന്നൊക്കെ പറയാൻ കാരണം എന്താ? 1 സെക്കൻഡിൽ ഭയങ്കര അന്യഭാഷ. അപ്പുറത്ത് ഇറങ്ങി വന്ന നാട്ടുകാരോടും വഴക്കും, ഒരു സാക്ഷ്യമില്ലാത്ത ജീവിതം. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ സാക്ഷ്യമാകുക, ദീർഘമായി ക്ഷമിക്കുക, മറ്റുള്ളവരെ പൊറുക്കുക. നൗ യു ഹാവ് ബിക്കം എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ ഒരു വാക്ക് വിട്ടുപോയി, ഒന്ന് വായിച്ചേ. മനുഷ്യരുടെയും സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ അത്രേ ഞാൻ ആയിക്കഴിഞ്ഞു. ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ യേശുവിനെ സ്നേഹിച്ചിറങ്ങി പുറപ്പെട്ടപ്പം കിട്ടിയതാ ഈ കൃപാവരം. ദൈവം തന്ന കൃപാവരം ഒരിക്കലും തിരിച്ചെടുക്കത്തില്ല. നമ്മൾ വിശ്വാസികളെ കുറ്റം പറയുമ്പം നമുക്ക് വലിയ ദേഷ്യം വരും. പക്ഷേ കുറ്റം പറയുന്നവരിൽ തെറ്റ് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മളിലുണ്ടായിരിക്കും.
ഞാൻ പലരും ഇന്നത് കണ്ടില്ല, അവർ നമ്മളെ വിമർശിച്ചു, ഇവർ വിമർശിച്ചു. ഞാൻ പറയും, വിമർശിക്കുന്നവർ ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നത്. എന്നെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ആൾക്കാരില്ലായിരുന്നെങ്കിലോ ഞാൻ തെറ്റിപ്പോയാന്ന്. ഇതിപ്പോൾ സൂക്ഷിക്കുന്ന എന്തിനാ? കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. തിരുത്താനോ? എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തോമസ് കുട്ടി ബ്രദറും കൂടെ നിൽക്കുന്ന ചിലരുണ്ട് തിരുത്താൻ. ഞാൻ അതിന് വിധേയപ്പെടും. Now, I have become എന്നുള്ള വാക്ക് മലയാളം തർജ്ജിമയിലില്ല. എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനെ സ്നേഹിച്ചപ്പോൾ കിട്ടിയത് ഈ കൃപാവരം എന്ന് പറഞ്ഞാൽ അന്യഭാഷ. പക്ഷേ ഇപ്പം അന്യഭാഷ ഉണ്ട്, പക്ഷെ സ്നേഹമില്ല. ഐ ഹാവ് ബിക്കം. ഇപ്പം ദീർഘമായി ക്ഷമിക്കാൻ മേല. എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? ഞാൻ യേശുവിൻ്റെ സ്വഭാവം പറയാം. നമ്മളിൽ 100 കുറ്റമുണ്ടെങ്കിലും ഒരു നന്മ കണ്ട് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനാ എൻ്റെ യേശു. 100 കുറ്റമുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരിലെ നന്മയൊന്ന് കണ്ടുപിടിക്കാനുള്ള ആ മനസ്സ് ആർക്കാണ്? പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രം. അതാ ദൈവത്തിൻ്റെ സ്നേഹം, ആത്മാവിലെ ബലം. ഇഫ് യു ആർ സ്പിരിച്വലി സ്ട്രോങ്, എങ്ങനെ അറിയാം എൻ്റെ സ്പിരിച്വൽ സ്ട്രെങ്ത്? നമ്മുടെ അന്യഭാഷ കൊണ്ടോ നമ്മൾ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചത് കൊണ്ടോ ഒന്നുമല്ല. യേശു ക്രിസ്തു പറഞ്ഞത്, ലോകമറിയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് തമ്മിൽ നിങ്ങൾ സ്നേഹിച്ചാൽ. 1 റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നത് നമ്മുടെ സ്പിരിച്വലി നമ്മൾ സ്ട്രോങ് ആണോ? റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. We then who are strong ought to bear with the scruples of the weak and not please ourselves. Let us each one of us please his neighbor for his good, leading to edification. For even Christ did not please himself, but at is written, the reproach of those who reproached you fell on me. വായിച്ചേ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതയെ ചുമക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ മാറ്റി നിർത്താൻ വളരെ എളുപ്പമാണ്. കണ്ടില്ല, അവൻ കള്ളുകൂടിയൻ, അവനെ അടുപ്പിക്കരുത്. അവൻ ചതിയൻ, അവനെ അടുപ്പിക്കരുത്. ഒരാളെ മാറ്റി നിർത്താൻ എളുപ്പമാണ്. അതാണല്ലോ ലോകത്തിലെ സിസ്റ്റം ചെയ്യുന്നത്. ലോകത്തിലെ സിസ്റ്റം എന്താ ചെയ്യുന്നത്? അവരെ പിടിച്ച് ജയിലിൽ അങ്ങിട്ടേക്കും. കാര്യം സമൂഹത്തിൽ അവർ കുഴപ്പമുണ്ടാക്കരുത്. പക്ഷേ ആത്മമണ്ഡലത്തിൽ സ്പിരിച്വലി സ്ട്രോങ് ആരാന്ന് ചോദിച്ചാൽ സ്ക്രൂപ്ലെസ്. ഒരു രക്ഷിക്കപ്പെട്ട പിന്നെയും പോവുക, അവരുടെ പിന്നാലെ പോകുന്ന ഒരു മനോഭാവം. ദാറ്റ് ഷോസ് യുവർ സ്ട്രെങ്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്യഭാഷ, കടിച്ചാൽ പൊട്ടാത്ത അന്യഭാഷയും മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന വലിയ കൃപാവരങ്ങളിലല്ല എൻ്റെ ആത്മീയ ബലം അറിയുന്നത്. ബലഹീനരെ താങ്ങി അവരെ എഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോളം ആക്കുന്നതാണ്. അതാണ് യഥാർത്ഥ ബലം. നോ സ്നേഹം, കൃപാവരത്തെക്കുറിച്ച് ആ ചോദ്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തിയത്. എന്തിനാണ് ഇതെത്തിയത്? കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ ആ ഇന്നർ ചേംബറിലോട്ട് കൊണ്ടുപോകുന്നയാൾ. ഇന്നർ ചേംബർ, ദൈവ സാന്നിധ്യം ഇന്ന് മേഘസ്തംഭവും അഗ്നിത്തൂണുമായി കാണുന്ന നിലവിൽ കാണാം. പക്ഷെ അല്ലാതെ തന്നെ കവർ ചെയ്ത് 24 മണിക്കൂറും നമ്മളെ കൊണ്ടുപോയി നടത്തുന്ന ആൾ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. മലയാളം, ഇംഗ്ലീഷിൽ പേഴ്സ്യൂ ഗിഫ്റ്റ് അല്ലേ? 14-ന്റെ 1 വായിച്ച്. 1 കൊരിന്ത്യർ 14 പേഴ്സ്യൂ ലവ്, ഡിസയർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. എന്താ കാര്യം? എന്താ? ഉത്സാഹിപ്പിക്കണം. ഇംഗ്ലീഷിൽ പേഴ്സ്യൂ എന്ന് പറഞ്ഞാൽ എന്നാ? പ്രഷറൈസ് യുവർ സെൽഫ് ടു ലവ്. നമുക്ക് പലപ്പോഴും സ്നേഹിക്കാൻ, ചിലരെയൊക്കെ സ്നേഹിക്കാൻ ഒട്ടും പറ്റത്തില്ല. പല സംശയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ദാറ്റ് വിൽ ഗോ ടുമോറോ. പലപ്പോഴും പലരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവുണ്ടോ നമ്മൾ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ എങ്ങനെയാണ്
ഞാനൊരു സാധനം കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. യേശു എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, ആ സ്നേഹം ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നയാളാണ്. എനിക്ക് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വന്ന ചില കാര്യങ്ങളൊക്കെ വിചാരിച്ച കർത്താവ് വേണമെങ്കിൽ അടിച്ച് ഓടിക്കണം, പക്ഷേ എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ അന്യോന്യം ക്ഷമിപ്പീൻ. നൗ pursue love, pressurize yourself to love. ഇപ്പം നമ്മൾ നന്മ ചെയ്തിട്ട് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് കഴിയുമ്പം പിന്നെ ചെയ്യാൻ തോന്നത്തില്ല. നമ്മളെ അങ്ങ് മടുപ്പിക്കുന്ന നിലയിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പ്രഷറൈസ് ചെയ്യും പിന്നെയും സ്നേഹിക്കാൻ. എന്ന് കൃപാവരം എന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങൾ വറീഡാകരുത്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. കൃപാവരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആത്മീയ വരത്തിന് വേണ്ടി വാഞ്ചിക്കണം. എന്നോട് ആ സംശയം എഴുതിയ ആ വ്യക്തിയോട് ഞാൻ പറയാം, ആ സഹോദരനോട് പറയാം, സ്നേഹമുണ്ട്, അതാ ഏറ്റവും വലിയ വരം. നൗ ഇന്നർ ചേംബർ എന്ന് പറയുമ്പോൾ എന്താ? കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന, സാന്നിധ്യത്തിൽ നിൽക്കുന്ന അനുഭവം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ. ഇന്നലെ ആ വേദഭാഗം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. മത്തായി സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൽ, എന്നാൽ മത്തായി സുവിശേഷം ഞാൻ എടുത്ത് വായിക്കാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലാണല്ലോ പിശാച് വന്ന് യേശുവിനെ പരീക്ഷിക്കുന്നത്. അവിടെ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. നീ ദൈവപുത്രനെങ്കിൽ താഴെക്കോട്ട് ചാടുക. നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്. നോക്ക്, അവിടെ ഒരു ട്രിക്കുണ്ട്. പിശാച് വചനമാ പറഞ്ഞത്, പക്ഷെ ഒരു കാതലായ സാധനം എടുത്തു കളഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ. ഹീ ഷാൽ ഗിവ് ഹിസ് ഏഞ്ചൽ ചാർജ് ഓവർ യു. ദൂതന്മാരെ കല്ലിന്മേൽ. ശരി, എന്നാ 91-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു. ഇങ്ങനെയാണോ വചനം എന്നൊന്ന് നോക്കിക്കേ. 91-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം. He shall give his angels charge over you to keep you in all your ways. എല്ലാ വഴി, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവൻ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവനാ. ഈ വഴി, ദൈവത്തിൻ്റെ വഴി നടക്കുന്ന കാര്യം മിഴുങ്ങിയിട്ട് പറഞ്ഞു. ദൂതൻ കൽപ്പിക്കുന്നാണല്ലോ പറഞ്ഞ് എടുത്ത് ചാടിക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നാളെ വേണമെങ്കിൽ തോക്കുമായിട്ട് വഴിയിലിറങ്ങി ബാങ്ക് കൊള്ളയടിച്ച് ദൈവം കാത്തുകൊള്ളൂ എന്ന് പറയാമല്ലോ. നോ, ദൈവത്തിൻ്റെ വഴിയുണ്ട്. ആ വഴിയിൽ നിൽക്കുന്നയാളെ കുറിച്ച് ദൈവം കൽപ്പിച്ചിരിക്കുക, ഇവൻ ഒരു കാരണവശാലും ഒരു ദോഷത്തിലും പെടരുത്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ പറയാണ് അവൻ്റെ വഴിയിൽ നടക്കും. നൗ ഇഫ് ഐ ആം നോട്ട് ഇൻ ദ വേ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വഴി, ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിലല്ല എന്ന് പറഞ്ഞിട്ട് ദൂതൻ എന്നെ കാക്കുമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺട്രറി. നോക്കാം, അവിടെ ദ ഡെവിൾ ഡിഡ് നോട്ട് സേ ദ കംപ്ലീറ്റ് വേർഡ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ കർത്താവ് അനുവദിച്ച് ഏതായാലും ഈ 40 ദിവസം ഉപവാസത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോവുകയാണല്ലോ. അവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതാനുള്ള കാരണം എന്താ? അവിടെ കേൾവിയാൽ വന്ന ഒരു കൂട്ടമാണ് അവർ. എന്നാ പറയണ്ടേ, എക്സാക്ട് വേർഡ് മനസ്സിലായില്ല, വചനം മനസ്സിലായി. നമ്മുടെ ഹവ്വായെ ചതിച്ചതുപോലെ ഹവ്വായോട് സാത്താൻ വന്ന് എന്താ ചോദിച്ചു? വാസ്തവത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്? കൺഫ്യൂസ് ചെയ്തു വാസ്തവത്തിൽ. അപ്പോൾ ഹവ്വ നേരിട്ട് കേട്ടിട്ടില്ല, ഹിയർസെയ. ആദാമാണ് ദൈവത്തിൻ്റെ വായിൽ നേർ കേട്ടത്. ആദാം ഹവ്വായോട് പറഞ്ഞിട്ടുണ്ട്. സോ ഹി ജസ്റ്റ് പുട്ട് ഇറ്റ്, ഒന്ന് ഇട്ടുകൊടുത്തു. ഹവ്വയുടെ മറുപടി
തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും കൂടെയാണ് പറഞ്ഞത്. അങ്ങനെ ദൈവം പറഞ്ഞില്ലല്ലോ. സോ ഹി നോസ് യു ഡോണ്ട് നോ ദ വേൾഡ്. നൗ യേശുവിനോട് ഹീസ് ട്രൈങ് ടു ടേക്ക് ദ മെയിൻ തിങ് ഔട്ട്. കല്ലിന്മേൽ തട്ടാതിരിക്കാൻ നിന്നെ ദൂതന്മാർ കൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ചാട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു വചനം ഉണ്ടായിരുന്നു, അവൻ്റെ വഴിയിൽ നടക്കുന്നവനെ കുറിച്ച്. അവൻ്റെ വഴിയിൽ നടക്കുന്നവരെ ദൂതന്മാർ കൽപ്പിക്കും. അവിടെ ഉണ്ട്, ഗോഡ് ഈസ് ദെയർ. എന്നാൽ അവിടെ ഞാൻ പറഞ്ഞത് ഒരു അബദ്ധം പറ്റി. അവിടെ വെച്ച് ദൂതൻ ആ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് പിശാച് തള്ളിയിട്ടെന്ന് വെച്ചു. ദൂതന്മാർ കൽപ്പിക്കുക തന്നെ ചെയ്യും. കാര്യം എന്താ? കർത്താവ് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ തൻ്റെ വചനത്തെ അവിടെ മുറുകെ പിടിച്ചപ്പോൾ God will protect you. Now, it is the Holy Spirit. അതിനാണ് ഇന്നലെ നമ്മൾ വായിച്ചത്. ആ മോശയോട് ദൈവം പറയാണ്, that my presence will go with you and I will give you rest. സാന്നിധ്യത്തിലാണ് സ്വസ്ഥത, സാന്നിധ്യത്തിലാണ് എല്ലാ എന്നാ പറയേണ്ടത്, സംതിങ് വിച്ച് ഈസ് ബിയോണ്ട് അവർ സ്പിരിച്വൽ. ഇപ്പോൾ സമാധാനം എവിടെയെങ്കിലും ഉണ്ടോ? കാണാമോ? ഇല്ല. സന്തോഷം കാണാമോ? ഇല്ല. റെസ്റ്റ് കാണാമോ? ഇല്ല. അത് സാന്നിധ്യത്തിലാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞൊരു വാക്ക്, അബൈഡ് ഇൻ മീ. 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം. എന്നിൽ വസിപ്പി. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. നോക്ക്, കൊമ്പ് മുന്തിരി വള്ളിയിൽ ഫലം കായ്ക്കുന്ന സമയത്ത് മാത്രമല്ല വന്ന് വസിക്കുന്നത്, കണ്ടിന്യൂവൽ ഫെലോഷിപ്പ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ദാനമായി തന്നതോടെ ഒരു ബന്ധം, ഒരു യൂണിയൻ വണ്ണ് ആക്കി. ഇനി ആ കൂട്ടായ്മയിൽ നടക്കേണ്ടിയ ചുമതല എൻ്റേത്. എന്നിൽ വസിപ്പി. എന്നിൽ വസിച്ചാൽ എന്താ ഗുണം? 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ അവനിൽ വസിക്കുന്നു എങ്കിൽ വളരെ ഫലം കായ്ക്കും. പിന്നെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഉപവാസം ആയിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ, ബൈബിൾ വാദന ആയിക്കോട്ടെ, യേശു ക്രിസ്തുവിനെ കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ, നേരത്തെ യേശുവിനെ അറിയാൻ മേലാഞ്ഞല്ല, തൻ്റെ യഥാർത്ഥമായ സ്നേഹമാണെന്നും താൻ എല്ലാവർക്കും വേണ്ടി, ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് യേശുവിനെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിച്ച് വീണ്ടും ജനിച്ച് ശേഷമാണ്. 25 വർഷമായി. 25 വർഷം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഹി പ്രിസർവ്ഡ് മീ. പരിശുദ്ധാത്മാവിനല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു വീമ്പും എടുക്കാനില്ല. കർത്താവ് ചെയ്യിപ്പിച്ചത് വിസ്മയിക്കുക. ഞാനൊക്കെ എൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ ഓരോ ചോട് വെച്ച് എങ്ങനെ നടന്നു 25 വർഷം. വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. നോ, വിതൗട്ട് മീ യു ക്യാൻ നോട്ട് ഡു എനിത്തിങ് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? യേശു കൂടെ ഉണ്ടെങ്കിലോ നമ്മളാൽ അസാധ്യമായതൊന്നുമില്ല. 1. 2, അതിൻ്റെ 7-ാമത്തെ വാക്യം, ദൈവ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ആ ഇന്നർ ചേംബർ. ജെറമ്യ പ്രവർത്തനത്തിൽ വരുമ്പം ഐ വിൽ ടോക്ക് അബൌട്ട് ദ റിയൽ ഹൗ ദ ഇന്നർ ചേംബർ ഓപ്പറേറ്റ്സ്. വൈ കാൻറ്റ് വി എൻറ്റർ? ചിലരുടെ ചോദ്യമാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ഫീൽ ചെയ്യാത്ത? അതിൻ്റെ മറുപടികൾ ഈ ദിവസം ഞാൻ തരും. മാനസാന്തരപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താ? മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ തീരുമാനം. അന്യഭാഷ കിട്ടാത്ത സഹോദരനോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ അന്യഭാഷയെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ക്ഷമ ചോദിക്കണം. ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ക്ഷമിച്ചത്, എനിക്ക് ആ കൃപ വരം തരണേ. മാനസാന്തരം എപ്പോൾ മാനസാന്തരപ്പെടുവോ റിഫ്രഷ് ആവും. അതാണല്ലോ എഴുതിയിരിക്കുന്നത്, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക, എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്തിൽ നിന്നും ആശ്വാസകാലം എന്ന് പറഞ്ഞാൽ റിഫ്രഷ് ചെയ്യും. നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരും. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്
ബാഹ്യമായ ഒരു കരച്ചിലല്ല, ഒരു തീരുമാനമാണ്. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, 1 thing I will do. ഞാനൊരു തീരുമാനമെടുക്കാൻ പോകുക. പിൻപിലുള്ളതിനെ മറന്നു മുന്നോട്ട്. പുറകെ നടന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എനിക്ക് തെറ്റുപറ്റി. പലപ്പോഴും ക്രൂശിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ നെഗളമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ അവനെ തന്നെ ത്യജിക്കണം. ഡിനൈ യുവർ സെൽഫ്. അതാ നമ്മുടെ ഈഗോ സമ്മതിച്ചു കൊടുക്കാത്തത്. ഞാൻ ഈ യേശുവിൽ വിശ്വസിക്കുന്നവരും ഈ അന്യഭാഷയൊക്കെ പറയുന്നവരെ, അതുകൊണ്ട് എനിക്ക് എന്നെ വിമർശിക്കുന്നവരെ എനിക്കൊന്നും തോന്നാത്തതിൻ്റെ കാര്യം, ഞാൻ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട്. കാര്യം അറിവില്ലായ്മ. പക്ഷെ വന്നപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടു. കർത്താവ്, ഇത് ശരിയാണല്ലോ. നൗ അവിടെ വസിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള വാസം എന്ന് പറയുന്നത് അതിരാവിലെ തുടങ്ങുന്ന when you enter into the inner chamber എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യുവർ ടൈം ഓഫ് ഫെലോഷിപ്പ്. അത് എന്തൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്? ഇന്നലെ എന്നോട് ജയമോൻ ബ്രദറാണോ അതോ ചെന്നൈയിലെ രഞ്ജു ബ്രദർ പറഞ്ഞു, തങ്കു ബ്രദർ, ഇന്നർ ചേംബറിൽ വാട്ട് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ, അതുകൂടെ പറയണം. ഐ വിൽ സേ, ഡെഫിനറ്റ്ലി ഐ വിൽ സേ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വലിയ രഹസ്യമായി വെക്കേണ്ട മർമ്മങ്ങളൊന്നുമില്ല. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സോ ദാറ്റ് എവ്രി വൺ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ യേശുവിനെ സ്വന്തമാക്കാം. എനിക്കും ആ ഇന്നർ കർത്താവിൻ്റെ കൂടെ നടക്കാം. ഇന്നർ ചേംബറിൽ നിന്നും ഇറങ്ങുമ്പോൾ യു ആർ നൗ അവെയർ ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. എല്ലാം ഇപ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചില സമയത്ത് നിങ്ങൾക്ക് ഞാനീ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരാൾ കൂടെ നടക്കുന്നതായ അനുഭവം ഉണ്ടാവും. നിങ്ങൾക്ക് കരുതാത്തത് പറയാൻ പോലും പറ്റത്തില്ല. ദേഷ്യം വന്നാലും പറയും, പക്ഷെ ഉടനെ മാനസാന്തരം കർത്താവ് എന്നോട് ക്ഷമിക്കണം. Now, ഒന്ന്, the presence abiding in him, there is nothing impossible with you. Nothing impossible. കർത്താവിൽ വസിക്കുന്നത് കൊണ്ടാണ് ഈ റീച്ച് വേൾഡ് വൈഡ് ഒക്കെ ഓടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാ ഇതിനുള്ള ശേഷി? റീച്ച് വേൾഡ് വൈഡിന് ഒന്നുമില്ല, വാസ്തവത്തിൽ സീറോയാണ്. പക്ഷേ ഓരോ ഇഷ്യൂ വരുമ്പോൾ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന എൻ്റെ തോളോട് ഫോർ യു. നിങ്ങൾ എന്നിലും നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തും അപേക്ഷിച്ചു അത് നിങ്ങൾക്ക് ലഭിക്കും. എന്തൊരു ഗ്യാരണ്ടിയാ. ഗോഡ് ഹിംസെൽഫ് ഈസ് ഗ്യാരണ്ടിങ് യു ആൻഡ് മീ. നിങ്ങൾ എന്നിലും എൻ്റെ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ, ഓ ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഒരു കാരണവശാലും ഭാരപ്പെടരുത്. ഐ വിൽ കണ്ടിന്യൂ ദിസ് ടോപ്പിക് അഗൈൻ ടുമോറോ മോർണിംഗ്. ഏതായാലും നമ്മൾ 40 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചിരിക്കുക. ആ ഉപവാസത്തിൽ നമുക്ക് ഒന്നിച്ച് ബലപ്പെടാം. ഞാനിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നത് that the Holy Spirit that is in you will be ignited. His fire, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ഓരോ ഭവനങ്ങളിൽ നിറയണം. ഏത് അസാധ്യമായിടോ എന്നെ ഒന്ന് പറഞ്ഞ് എന്നെ ശക്തനാക്കണം. യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. എപ്പോഴാണ്? when I abide in him. പലപ്പോഴും പരാജയം യേശു ക്രിസ്തുവിൽ വന്നിട്ടും ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്ന ആ കാരണമായിരുന്നു എനിക്ക് ഈ ടോപ്പിക്കിൽ കൂടുതൽ ജാഗ്രതയാക്കിയത്. മനസ്സിലായ ഒരു കാര്യം, അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ യേശുവിൽ വസിക്കുന്നില്ല. അബൈഡിങ് ഇൻ ഹിസ് പ്രസൻസ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കും തോറും ഐ ബിലീവ് God is going to make you and me very, very powerful. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇന്ന് ലോകത്തിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ദ ഗുഡ് ന്യൂസ് ഇസ് എവറിത്തിങ് ഈസ് സബ്സൈഡിങ്. ഈ ലോക്ക്ഡൗൺ ഒക്കെ കാണുമ്പോൾ പാനിക് ആകരുത്. സർക്കാർ ആണ്ട് എല്ലാം അടയ്ക്കുക, അല്ലല്ല, അത് ചെയ്യുന്നത് ഇത് ഇവിടെ ഈ ടോട്ടലി ഫ്രീ ആയി. വി ആർ ഗോയിങ് ടു അറൈസ്. പൊന്നോ വെള്ളിയോ ഇല്ല, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എഴുന്നേൽക്കാൻ പോകുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ദോഹയിൽ ഇന്ന് കഷ്ടപ്പെടുന്ന
ക്യാമ്പിലൊക്കെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ലെറ്റ് us see what we can do over there also. ഇറ്റലിക്ക് സ്ഥിതി വളരെ ഇംപ്രൂവ്ഡ് ആകുന്നുണ്ട്, യെറ്റ് ഇറ്റ് ഈസ് ഷേക്കി. ലെറ്റ് us pray for our nation. അപ്പോൾ തന്നെ വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന ഇടം മുഴുവൻ അന്തരീക്ഷം മാറട്ടെ. ലെറ്റ് ദ ഹോൾ അറ്റ്മോസ്ഫിയർ ചേഞ്ച്. ലെറ്റ് യു ബി എൻവലപ്ഡ്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയക്കണ്ണ് പ്രകാശിക്കണം. അന്ന് ഏലീശ തൻ്റെ ബാല്യക്കാരനുമായി തന്നെ സിറിയൻ ആർമി കൊല്ലാൻ ഓടുക. താൻ ഒരു മലയുടെ മുകളിൽ ഇരിക്കുമ്പോൾ ആ മലയുടെ ചുറ്റും സൈന്യം വന്ന് നിറഞ്ഞു. ബാല്യക്കാരൻ ഓടി വന്നു, എന്നിട്ട് പറഞ്ഞു, ആണ്ടേ എല്ലാം തീർന്നേ, ഞങ്ങളെ മുഴുവൻ ഇപ്പം തീർക്കും, ചുറ്റും നോക്കിക്കേ. എലീശ വളരെ സമാധാനത്തോടെ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമേ, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണേ. ബാല്യക്കാരൻ്റെ കണ്ണ് നിമിഷം നേരത്തേക്ക് തുറന്നപ്പോൾ കണ്ടത് ഈ മുഴുവൻ മലയിൽ അഗ്നിമയമായ രഥങ്ങളിൽ സ്വർഗത്തിലെ ദൂതന്മാർ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ദേവദാസന് കൂടെ നമ്മുടെ കൂടെ ഉള്ളത് അവരുടെ കൂടെ ഉള്ളവരിൽ കൂടുതലെന്ന് പറഞ്ഞ് താൻ തുള്ളിച്ചാടി. ഞാൻ പ്രാർത്ഥിക്കുന്ന അതാണ്, നമ്മളിൽ ഇരിക്കുന്ന ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വലിയ സ്ഥാനമാണ്. വെറും സ്വർഗമല്ല, അല്ലെങ്കിൽ ഒരു സഭയുടെ കമ്മിറ്റി അംഗമാകാനല്ല രക്ഷിക്കപ്പെടുത്തിയത്. ഒരു സ്ഥാനത്തിന് വേണ്ടി വഴക്കുണ്ടാക്കരുത്, അത് ലോകക്കാരാണ്. അതാണല്ലോ ശിഷ്യന്മാർ പോലും യേശുവിൻ്റെ അടുക്ക് വന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ചോദിച്ചു, നിന്റെ രാജ്യം എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? എന്തിനാ? ഒരാൾക്ക് ചെയർമാൻ ആകണം, അടുത്ത ആൾക്ക് ഫിഷറീസ് മന്ത്രിയാകണം. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. നിങ്ങൾക്ക് ചെറിയ കാഴ്ചപ്പാടായിപ്പോയി ശിഷ്യന്മാരെ. നിങ്ങളൊരു ചെറിയ ആ ദാവീദിൻ്റെ ഈ ജെറൂസലേമിനകത്ത് ആളാകാനല്ലേ നോക്കുന്നേ. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങൾ ജെറൂസലേമിൽ മാത്രമല്ല, ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. പ്രിയമുള്ളവരെ, കാഴ്ചപ്പാട് മാറും കണ്ണു തുറന്നു കഴിയുമ്പോൾ. എന്നിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ, ലോകത്തിലെ ഇപ്പോഴത്തെ എന്ത് സാഹചര്യമായിക്കോട്ടെ, എന്നിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് അതിനേക്കാളും വലുതാണ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ദൈവം സർവശക്തനാണ്. ഐ ആം ദാറ്റ് ഐ ആം, ഹീസ് ലിവിങ് ഇൻ മീ. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒരു ദോഷവും എനിക്ക് പറ്റത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് സമീപിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥന ഭവനങ്ങളായി ചാർജ്ഡ് ആകട്ടെ പരിശുദ്ധാത്മാവിൽ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന നിലയിൽ എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇറ്റ്സ് കവറിങ് യു ടോട്ടലി. ഹീസ് ടോട്ടലി അവെയർനെസ് കൊണ്ടുവരട്ടെ, കണ്ണ് തുറക്കട്ടെ. ഹീസ് ദെയർ വിത്ത് യു, ഹീസ് ദെയർ വിത്ത് യു ആൻഡ് ഹീസ് ദെയർ ടു ഹെൽപ്പ് യു ഔട്ട്. ഒരു കൊച്ചു കുഞ്ഞൻ്റെ, ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുഞ്ഞൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, യു ഹാവ് എ ഹെൽപ്പർ. സഹായിക്കാൻ ഒരാൾ കൂടെ ഉണ്ട്. സഹായിക്കുന്ന ആളുടെ പേര് പരിശുദ്ധാത്മാവ്, ദൈവമാണ്. വിത്ത് us always. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവെ. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും ചാർജ്ഡ് ആകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. കർത്താവെ, അങ്ങയുടെ മഹത്വം ഇറങ്ങുമ്പോൾ എന്തൊക്കെ ഡിസ്പ്ലേ ആണോ, ദ ഷെക്കൈന ഗ്ലോറി, അതവിടെ ഇറങ്ങട്ടെ ഓരോ ഭവനങ്ങളിലും. ലോകമെമ്പാടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഭവനത്തിലും നടക്കട്ടെ. അപ്പോൾ തന്നെ ഫാദർ, ഐ പ്രേ ദാറ്റ് ദ റിയലൈസേഷൻ, എന്നിൽ ഇരിക്കുന്നവനാ വലുത് എന്നുള്ള ആ മനസ്സ് എല്ലാ ഇപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തികളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നാളെ അതിൻ്റെ ആൻസർ തരാം. കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതകരമായ സാക്ഷ്യം നടന്നു. അത് റീച്ച് എക്സ്പ്രസ് എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി മുതലേ തുറക്കും. കാര്യം 9 മണി കഴിഞ്ഞ്
തുറന്നു ഓൾറെഡി. ഓക്കെ, റീച്ച് എക്സ്പ്രസ് കോട്ടയത്തെ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പോകാം, ധൃതിയൊന്നും വെക്കേണ്ട, 24 മണിക്കൂറുണ്ട്. യു ക്യാൻ ഗോ യുവർ. ഇന്ന് രാവിലെ ലൈവിൽ നടന്നൊരു ടെസ്റ്റിമണിയാണ്. റോണക് ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരാളെ താൻ എഴുതിയിരിക്കുന്നത്, ഐ എം വർഗീസ് കുര്യൻ, ഐ എം എ പാർട്ട് ഓഫ് ഹെവൻലി ഫീസ്റ്റ് കോയമ്പത്തൂർ, മൈ ഹോം ടൗൺ ഇസ് കോട്ടയം. ഇൻ ടുഡേസ് ലൈവ് വെൻ ദ വേർഡ് ഓഫ് നോളജ് എന്ന് ചോദിച്ചാൽ ഹി വാസ് ഇൻ കോയമ്പത്തൂർ. 17 വർഷമായി ഡിപ്രഷനിലായിരുന്ന ആള് അത്ഭുതകരമായി ഇന്ന് രാവിലെ സൗഖ്യമായി. അതിനേക്കാളും മനോഹരമായൊരു ടെസ്റ്റിമണി അമേരിക്ക എന്നുള്ളതാണ്. Praise Lord, I want to share an experience I had yesterday. It was amazing. Firstly, because your FB Live and the topic about the inner chamber has taken me spiritually to the next level. ഇതിനാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. ആത്മീയമായ അടുത്ത ലെവൽ. വീണ്ടും ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾ ഗോഡ്ലി ക്ലാസ്സാണ്. ദൈവത്തിന് വലിയൊരു വിളിയാലുള്ള ആശ അതെന്താണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ് വരുമ്പോൾ. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ആ ലെവലിൽ നടക്കാൻ, അല്ലാതെ ചെറിയ വീട്ട്, ചെറിയ വണ്ടി, ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ അല്ല, അതിനേക്കാളും ശ്രേഷ്ഠം. എന്നാൽ ഇതോ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഓഫ് ഗോഡ് ഇൻ മൈ റൂം എവറി ടൈം ഐ സിറ്റ് ടു പ്രേ ആൻഡ് ടിൽ നൗ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ജീസസ് ഇൻ എ വേ വിച്ച് ഇസ് മോർ റിയൽ ദാൻ എവർ. ഇതുവരെ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് സംസാരിക്കുമ്പോൾ ഇറ്റ് ഇസ് മോർ റിയൽ ദാൻ എവർ. Now, yesterday when I was talking to my mom, I asked if she bought the food from the supermarket as it is going out of stock. I felt bad because I am locked down in USA and I cannot transfer the money to her. Later in the night when I was praying, I said, Jesus, I always hear that the bank accounts are filled with money supernaturally. ഞാൻ അമേരിക്കയിലാണ് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ലോക്ക്ഡൗൺ ആയിക്കൊണ്ട് അമ്മയ്ക്ക് പൈസ അയക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ ഫേസ്ബുക്ക് ലൈവ് കഴിഞ്ഞ് ഹി ജസ്റ്റ് എൻറ്റേർഡ് ഇൻ ടു ദി ഇന്നർ ചേംബർ ആൻഡ് പ്രേഡ്. കർത്താവ് നിനക്ക് അത്ഭുതം ചെയ്യാമല്ലോ, സൂപ്പർ നാച്ചുറലി എൻ്റെ അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരാമല്ലോ. നൗ ഇത് തങ്കുബ്രദർ അയച്ചതല്ല, ആൻഡ് ഐ എം ജസ്റ്റ് റീഡിങ് ഔട്ട് ദ ടെസ്റ്റിമണി. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. I woke up in the morning, I called up my mom as I do normally, and she told me that from an unknown number, 11,250 rupees came into her account. 11,000 രൂപ എവിടെ നിന്നാണ് അറിയത്തില്ല, തൻ്റെ അക്കൗണ്ടിൽ വന്നു. ആൻഡ് ദിസ് ഗോസ് ഓൺ. എന്നിട്ട് അടുത്ത മെസ്സേജോട് അയച്ചിരിക്കുക, when my younger brother checked the number in the Truecaller through which the money was sent, the Truecaller said the number does not exist. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യ ദിവസം പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ദൈവത്തിൽ നിന്നും അത്ഭുതം മാറ്റിയാൽ പിന്നെ ദൈവമല്ല. God is God. Allow him to be God, and if he is God, he can do anything in your life. So കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റീച്ച് എക്സ്പ്രസ് 9 മണിക്ക് തന്നെ തുറന്നു. ഒന്നും ധൃതിപ്പെടേണ്ട, എല്ലാവർക്കും വേണ്ടിയതുകൊണ്ട് വി ഹാവ് ഇനഫ് സ്റ്റോക്ക്. ബിലീവ് മീ, വി ഹാവ് ഇനഫ് സ്റ്റോക്ക് ടു സപ്ലൈ. പ്ലസ് ദ ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് കെയർ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, നാളെ രാവിലെ മുതൽ നമ്മുടെ തോമസ് ബ്രദർ അവിടുന്ന് വരും, ഞാൻ ഇവിടുന്ന് വരും, ശുശ്രൂഷിക്കുന്ന എല്ലാ ദേവദാസന്മാരും വരുന്നുണ്ട്. 40 days ബീയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഉപവസിച്ച് പങ്കെടുക്കാവുന്നവർ ഉപവസിക്കണം. എന്നാൽ അതിനേക്കാളും അധികം ഭക്ഷണം വെടിയുന്നതിനകത്തല്ല ഉപവാസം, മനസ്സ് ക്രിസ്തുവിനോട് കൂടെ ആ ഇന്നർ ചേംബറിൽ നമ്മൾ വെളിയിൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ത്വക്ക് കർത്താവിൻ്റെ മഹത്വത്തെ പ്രതിബിംബിക്കുന്ന കണ്ണാടികളായി മാറട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വൈകുന്നേരവും കർത്താവ് അനുവദിച്ചാൽ 8:30 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്. മറന്നു പോകരുത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കണം. ഇഫ് യു ആർ ബ്ലെസ്ഡ് ആൻഡ് ഷെയർ ദിസ്, സോ all of them will be blessed. And also this is on the wall, you can watch it anytime. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സോ നാളെ നമുക്ക് ഒന്നിച്ചു കൂടാം. ബ്ലെസ് യു. രാവിലെ HF TV ലൈവ് ഉണ്ട്.
നാളെ മുതൽ ഉപവാസ പ്രാർത്ഥന തുടങ്ങുക.